കാണിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ട് തന്നെയാണ്. ഉമ്മാക്കി ബേക്കടി നമ്മൾ മൈൻക്രാഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ മറ്റേ ബാക്കി ചെയ്യാനുണ്ട്. ഇല്ല ജീസിക്ക് തന്നെ ഫോൺ വാങ്ങിച്ചെടുക്കും. ജീസ് കുറച്ച് സമയം മുമ്പ് ഞാൻ യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട്. ലോഗോയൊക്കെ മാറ്റാറുണ്ട്. പാടൊക്കെ ഉണ്ടായി ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫേസ് റിവീൽ ചെയ്യുന്നതായിരിക്കും. കാരണം കുറേ പേര് ചോദിച്ചില്ല. ഒരാളോട് ചോദിച്ചില്ല ഗൈസ്. നമ്മളൊക്കെ പൊട്ടന്മാർ. ഒരാളോട് ചോദിച്ചില്ല ഗൈസ് ഫേസ് റിവീൽ ചെയ്യുന്നു. ഇതിനകത്ത് 2:27 ആയിട്ടുള്ളൂ. നമ്മുടെ ലോഡ് ഇവിടെ അല്ല വേൾഡ് ഇവിടെ ലോഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു വീട് സെറ്റാക്കിയായിരുന്നു. അത് ആ വീഡിയോ ആരും കണ്ടിട്ടില്ലേ? അവിടെ കുറേ നമ്മൾ വീടിൻ്റെ ഉള്ളെത്തി. ഇത് നമ്മുടെ മൈനിങ് ഏരിയ. നല്ല മഴയാണ്. ഇതിലൊരു ബെഡ് അങ്ങോട്ട് ഉണ്ടാക്കാം. 3 ഊടുണ്ട്. ബെഡ് ഉണ്ടാക്കാൻ പറ്റി. ഓക്ക് പ്ലാങ്ക് വേണമെന്ന് ഒരു പറയാൻ. പിക്കാക്സ് മാത്രമൊന്നുള്ളൂ. എൻ്റെ യൂസ് പയ്യെ പുറത്തിറങ്ങി സ്പോണ്ടേന്ന് അതിൻ്റെ ഉള്ളൊരു പ്രേത കിട്ടി. ഞാനേ ഇവരൊരു മഷ്റൂം പറഞ്ഞു. മഷ്റൂം കാണുന്നുണ്ട്. പേടിയാണ്. എൻ്റെ വീട് ഇവിടെയായിരുന്നു. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് പ്രേതം അവിടെ പോയി. ഇവിടെ നിന്നല്ല നോക്കുകയാണ്. ഇനി നമുക്ക് ഉറങ്ങാൻ കഴിയും. നമുക്കൊരു അടയാളം വയ്ക്കും. 16 ഒരു അടയാളം വെച്ചേക്കാൻ നമുക്ക് കാണാൻ വേണ്ടി. വീട് മനസ്സിലാവില്ല. ഇത് നമുക്കൊരു ബെഡ് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ മൈൻക്രാഫ്റ്റിൽ വേഗം ഒരു ബെഡ് ഉണ്ടാക്കണം. സാക്സ് തീരാറായി. നമുക്കെന്തായാലും ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് പിക്കാക്സ് കുത്തി. അതിനൊരു സ്റ്റോൺ പിക്കാക്സ് ഡീസ്പോൺ പോയിന്റ് സെറ്റാക്കാം. നൈറ്റിലാണ് സ്ലീപ്പാക്കാൻ പറ്റും. ഇല്ല നൈറ്റ് ആയില്ലല്ലോ. ഇപ്പം മഴ മാത്രമേ ഉള്ളൂ അല്ലേ? മഴ വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്കൊന്ന് മൈനിങ്ങിന് പോയിട്ട് വരാം. ടോർച്ച് എടുത്തിട്ടുണ്ടല്ലോ. എടുത്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പുറത്തെത്തിന്ന് തോന്നുന്നു. പുറത്തെത്തിയോ?
പോകോ ഇല്ല 29 ആയുള്ളൂ. ഇനി വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് താഴത്തേക്ക് മൈൻ ചെയ്ത് നോക്കാം. അതിന് നമുക്കൊരു പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ഒരു ഷവലുണ്ടാക്കണം. സ്റ്റോൺ ഷവൽ ഉണ്ടാക്കാം. നെതറിറ്റിൻ്റെ ഒരു പോലെ കാണുള്ള ഒരു ഷീൽഡ് ഉണ്ടാക്കണം. അതിന് ഒരു അയോണും വേണം. ബെസ്റ്റ് ഷവൽ കിട്ടിയത് കാരണം നമുക്കൊന്ന് താഴത്തെ ഇവിടെ കുഴിക്കുക. ഡേഞ്ചറാണ്. ഇവിടെ പിക്കാക്സ് പിന്നെ ഷവൽ എന്തിനാ ഡേട്ട് എന്തിനാ എടുക്കണമെന്ന് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഡേട്ട് കുഴിച്ച് ഇങ്ങനെ പോകാനാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്താ വിചാരിക്കണമെന്ന് എനിക്കോട് അറിയില്ല. കുറച്ച് സീനാകത്തല്ലേ. രാവിലെ ആക്കിയിട്ടുണ്ട് പണിയാക്കാം. നമ്മൾ കിടന്ന് ഉറങ്ങാണ്. ഉറക്കം വിചാരിച്ച വേറെ പണിയില്ലേ. നമുക്ക് ഷവലിൻ്റെ പണി തുടങ്ങാം. പാടടിച്ചിട്ടേക്കാം. സോംബിയോമൻ വരുന്നതായിരിക്കാം. ഒരു സ്റ്റാക്കാണ് എടുക്കാം. എന്താ പറയുക, നല്ല ലാഗുണ്ട് കേട്ടോ. ഒരു ക്രീപ്പറിനെ വിളിച്ചിട്ട് പൊട്ടിക്കാം. ക്രീപ്പറിന് ആവശ്യമുള്ളപ്പോൾ കാണാൻ കാര്യമുണ്ട് ഇവിടെ. വെള്ളമുണ്ടല്ലോ ഇവിടെ. എത്ര നായി ഡേറ്റ് കാണാൻ പറ്റും. ഒരാൾക്കാർ അറ്റാക്ക് ചെയ്യാൻ പറ്റേ. ഒറ്റുകാലിയുണ്ട്. പക്ഷേ രാത്രിയാണോ ആയില്ലുണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ വെറുതെ തോണ്ടി നമുക്ക് വെറുതെ അടി കിട്ടും. ഒരാളുടെ മുമ്പിൽ നിന്നോടെ വെറുതെ അടി ഉണ്ടാക്കാൻ വരല്ലേ. കാണിച്ചിട്ട് നമ്മളൊന്നും ചെയ്യില്ല. തോണ്ടിയാലേ ഇവനെ അവൻ്റെ പണി നോക്കട്ടെ. 91 years. ഒരു സ്റ്റക്ക് നമുക്ക് വേണ്ടേ. 64 ബ്ലോക്കിനെ കുഴിക്കണം. എനിക്ക് പണി വേണം ഗൈസ്. ലാസ്റ്റ് ഇവിടെ ഒന്നും ഉണ്ടായ ടോട്ടൽ എത്ര ഉണ്ടെങ്കിൽ 65 ഉണ്ട്. അപ്പോൾ 5 ബ്ലോക്ക് കുഴിക്കാം. പിക്കാക്സ് ഒരെണ്ണം കൂടി ഉണ്ടാക്കാം ഗൈസ്. കാരണം അവിടെ വെച്ച് പൊട്ടിപ്പോകും. ഒരു പിക്കാക്സ് കൂടി ഉണ്ടാക്കിയേക്കാം. രണ്ട് പിക്കാക്സ് നമ്മുടെ ഇപ്പോൾ. പഴയ പിക്കാക്സ് എടുത്ത് മൈനിങ് ഏരിയയിലേക്ക് പോകാം. 1 2 3 4 5 6 7 അയോണായി. അയോണല്ലായിരുന്നു. അയോണുണ്ട്. അയൻ കിട്ടി. 2 അയൻ കിട്ടി. കുറേ അയൻ കിട്ടി. അല്ല
കുറേ കിട്ടിയിട്ടുണ്ട്. റിച്ചായി റിച്ചായി റിച്ചായി. ഡയമണ്ട് ഒന്നും കൊടുത്തില്ല. പിന്നെ ഏതാണ്ട് പോയേ കുറേ ഇഷ്ടം വെച്ച് ഈ വീഡിയോ വെച്ച് ബൈ.